എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് രേവതിയുടെ സച്ചിയുടെ ആദ്യ രാത്രി അങ്ങനെ ഗജാനന്ദന്റെ ചില പ്ലാനുകളാൽ തകരുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു കലാവതി മുത്തശ്ശി അങ്ങനെ രേവതിയുടെ സച്ചിയുടെ ശാന്തി മുഹൂർത്തം ഒക്കെ കുറിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പുറത്തായിരുന്നു. അങ്ങനെ പുറത്ത് കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് മഹേഷ് വിളിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം പറയണേ. ഇത് കേട്ട ഉടനെ സച്ചി എന്ത് ചെയ്യുവാണ്, നേരെ വീട്ടിലേക്ക് പുറപ്പെടുവാണ്. രേവതിയോട് പോലും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. കാരണം സച്ചിനെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ഗജാനന്ദൻ ചില പ്ലാനുകളൊക്കെ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. സച്ചിയുടെ കാർ ഓടിച്ചുകൊണ്ടിരുന്ന മഹേഷ് ആയിരുന്നു. അപ്പോൾ ഒരു ഓട്ടം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാറ് വിളിക്കുവാണ്. കാറ് വിളിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യുവാണ്, ആ കാരണത്തേക്ക് കുറെ മദ്യമൊക്കെ കയറ്റി വെക്കണം. പക്ഷെ ഇത് മഹേഷിന് അറിയത്തുണ്ടായിരുന്നില്ല. അതിന്റെ പുറമെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്താണ് മദ്യം വെച്ചത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് ഓർത്ത് ഫ്രൂട്ട്സ് അല്ലേ, കൊണ്ട് ഇറക്കാനുള്ള സാധനം എന്നൊക്കെ ഓർത്തോണ്ടിരുന്നു. പക്ഷേങ്കിൽ ആ കാറ് ഓട്ടം വിളിച്ച ആൾക്കാർ എന്ത് ചെയ്യണം, അവന്മാര് പകുതി എന്നപ്പോൾ ഇറങ്ങിപ്പോയി. അതിവിടെ അവിടെ ഒന്ന് എത്തിച്ചേക്കണം, കടയിലൊന്ന് എത്തിച്ചേക്കണം, പൈസയൊക്കെ തന്നേക്കാന്ന് പറഞ്ഞ് പൈസയും കൊടുത്തിട്ടാ പോകുന്നത്. പ്രത്യേകിച്ച് സംശയമൊന്നും മഹേഷിന് തോന്നിയില്ല. മഹേഷ് അങ്ങനെ പോകുന്ന വഴിക്ക് കാർ തടയുവാണ് പോലീസുകാർ തടഞ്ഞു കഴിയുമ്പോഴത്തേനും മഹേഷ് എന്ത് ചെയ്യുവാണ്, മഹേഷ് സാധാരണ മതിൽ കാർ നിർത്തി. പക്ഷെ അവന്മാര് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ മദ്യം പിടിച്ചു കഴിയുമ്പോഴത്തേനും മഹേഷ് എന്ത് ചെയ്യണം, വണ്ടി എടുത്തോണ്ട് സ്പീഡിൽ പോവാണ്. പോലീസുകാർ കാർ ചേസ് ചെയ്ത് പുറകെ ചെല്ലുവാണ്. ഈ സമയത്താണ് സച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണേ. സച്ചി പറഞ്ഞു, നീ എന്ത് മണ്ടത്തരാ കാണിച്ചേ, നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ, നിനക്ക് അവരുടെ കാര്യം പറഞ്ഞാൽ പോരാടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല സച്ചി, അവരെന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക, നീ എത്രയും പെട്ടെന്ന് വാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. അങ്ങനെ മഹേഷ് എന്ത് ചെയ്യണം, തനിക്ക് അറിയാവുന്ന ഊടുവഴി കൂടെ എല്ലാം കാറും കൊണ്ട് പോവാണ്. ഈ സമയത്ത് സച്ചി ഇവിടുന്ന് പുറപ്പെട്ടുള്ളൂ. സച്ചിക്ക് ആകെപ്പാടെ ഭ്രാന്തായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജീവന തുല്യം സ്നേഹിക്കുന്ന കാറിനെ, അത് മാത്രമല്ല ഇപ്പോഴത്തെ ജീവിത മാർഗം കാറാണ്. അത് അകത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നിടത്തില്ല. കുറെ കാലം കഴിയണം വിട്ടു കിട്ടണമെങ്കിൽ, കേസും കോടതിയൊക്കെ ആയിട്ട്. അതൊക്കെ ഓർത്ത് സച്ചിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ സമയം വീട്ടിലാണെങ്കിൽ രേവതി ഇവരെല്ലാം കാത്തിരിക്കുക. രേവതിക്ക് അറിയില്ലോ ഈ കാര്യങ്ങളൊന്നും. പിന്നീട് സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ. പ്രശാന്ത് വന്നിട്ട് പറഞ്ഞു, അതെ സച്ചി ഇങ്ങനെ വീട്ടിൽ പോയാൽ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാവും. രേവതി അപ്പം പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് പോകണമെന്ന് പറയാം. പക്ഷെ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. പക്ഷെ രേവതി എന്നില്ല, രേവതിയെ രാത്രി തന്നെ എനിക്ക് പോകണം, എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി എന്ന് കൂട്ടുകാരനോട് പറയാണ്. അങ്ങനെ കൂട്ടുകാരനെ രേവതിനെ ബസ് കയറ്റി വിടുക വീട്ടിലേക്കുള്ള. രേവതിയുടെ ഉള്ളിൽ ആദ്യമായിരുന്നു ഇനിയിപ്പോ സച്ചിയുടെ കാര്യമാണ്, എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി വല്ല പ്രശ്നം ഉണ്ടാക്കുവോ, അതൊക്കെ ഓർത്ത് രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം എന്ത് ചെയ്യണം, അവന് മഹേഷിനെ പോലീസ് പിടിക്കുവാണ്. വഴിക്കിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അവനെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകണം. കാറും കൊണ്ടുപോയി. അപ്പൊ സച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ സച്ചി എന്ത് ചെയ്യുവാണ്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും കേൾക്കാനായിട്ട് അവര് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവര് പറഞ്ഞു ഇപ്പൊ സച്ചി പറയുന്ന കള്ളത്തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ സച്ചി കാലെ കയ്യെ പിടിച്ച് അപേക്ഷിച്ച് പറഞ്ഞു, എന്റെ ഫ്രണ്ടാണിത്, അവൻ കാറ് ഓടിക്കാനായിട്ട് അവന് ഞാൻ കൊടുത്തതാണ്. പക്ഷെ ആരോ രണ്ടുപേര് ഇതിനകത്ത് കയറി ചതിച്ചതാണ്. പക്ഷെ ഇതൊന്നും അവര് കേൾക്കാൻ കൂട്ടാക്കില്ല. അവസാനം എന്ത് ചെയ്യണം, സച്ചിനെ അവർ ലോക്കപ്പിലാക്കാൻ ശ്രമിക്കുക. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ല രേവതി വന്ന് ഇറങ്ങുന്നേ. രേവതി ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. സച്ചിനെ വിളിച്ചിട്ട് സച്ചി ഫോൺ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പം ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴാണ് ശ്രീകാന്ത് ശരിക്കും അറിയുന്നേ. ശ്രീകാന്ത് എന്ത് ചെയ്യുവാണ്, ശ്രീകാന്ത് നേരെ അങ്ങോട്ട് വരുവാണ്. രേവതിയും വരുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് സച്ചി എന്ത് ചെയ്യുവാണ്, സച്ചി ആണെങ്കിൽ അവിടെ അവരോട് പോലീസുകാരുടെ കയ്യെ കാലെ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ SI അങ്ങോട്ട് വേഷം മാറി വന്നു. അപ്പൊ SI എന്നുള്ള കാര്യം സച്ചിക്ക് അറിയത്തില്ലായിരുന്നു. തന്റെ കൂട്ടുകാരനെ മഹേഷിനെ തല്ലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി എന്ത് ചെയ്യണം, SIയുടെ കർണത്തിനായിട്ട് അങ്ങ് പൊട്ടിക്കുക. പിന്നീട് അവിടെ നടന്ന് ഒരു പൊടി പൂരമായിരുന്നു. SI അറിയത്തില്ലാതെ സച്ചി ചെയ്തേ. പക്ഷെ അതിന്റെ പേരിൽ SI തല്ലിയെന്ന പേരില് സച്ചിക്കിട്ട് എല്ലാവരും എടുത്തിട്ട് ഇടിക്കുവാണ്. സച്ചി ഇടികൊണ്ടിങ്ങനെ അവശയായിട്ടിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി അങ്ങോട്ട് വരുന്നത്. രേവതി ഒന്ന് ഈ കാഴ്ചയാണ്. ഇപ്പൊ രേവതിക്ക് സഹിച്ചില്ല. രേവതി അവരോട് കേണ് വീണ അപേക്ഷിച്ചു. പക്ഷെ അവരൊന്നും ചെവിൾക്കൊണ്ടില്ല. അവസാനം രേവതിയെ വലിച്ചഴിച്ച് ഒരു വനിതാ പോലീസ് അങ്ങോട്ട് കൊണ്ട് പുറത്തേക്ക് തള്ളുക. സച്ചിക്ക് സഹിച്ചില്ല. വീണ്ടും രേവതി വന്ന് എന്റെ ഇടയ്ക്കിലേക്ക് കയറുവാണ്. സച്ചിയെ തല്ലല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ നേരെ കൈവെക്കുന്നുണ്ടാ പിന്നെ സച്ചിക്ക് സഹിക്കുവോ. സച്ചി വീണ്ടും അവരോട് ദേഷ്യപ്പെട്ട് അവരെ അടിക്കാൻ നോക്കുമ്പോഴത്തേനും രേവതി വീണ്ടും ഇടയിൽ കയറുവാണ്. പക്ഷെ പോലീസുകാരന്മാർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അവരാണെങ്കിൽ വീണ്ടും സച്ചി അടിച്ചുകൊണ്ടിരിക്കുക. അവസാനം രേവതിനെ കൊണ്ടേ പുറത്താക്കി. രേവതി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് വരുന്നത്. ശ്രീകാന്തിന്റെ കൂടെ തന്നെ ദേവു ഉണ്ടായിരുന്നു. ദേവുവിനോട് പറഞ്ഞിട്ടുണ്ട് ദേവും കൂടെ വരുവാണ്. അവര് വന്നു കഴിഞ്ഞപ്പോൾ രേവതിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്.
ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചിനെ മഹേഷിനെ പിടിച്ച് ലോക്കപ്പിലേക്ക് ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറക്കണമെങ്കിൽ ഇനിയിപ്പം കോടതിയിൽ ചെന്നിട്ട് ഇറക്കാനൊക്കെ പറ്റുള്ളൂ. വക്കീല് വേണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയെ പെട്ടുപോയി. അവസാനം എല്ലാവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് രേവതി കേണ അപേക്ഷിച്ച് പറയുന്നുണ്ട്, ഞാൻ സത്യം പറയുന്നേ, എൻ്റെ ഹസ്ബൻഡ് ആണെന്ന് ഞങ്ങളെ വീട്ടിൽ പോയ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതിന് യാതൊരു പങ്കുമില്ലെന്ന്. അപ്പൊ അവന്മാരെന്ത് ചെയ്യണം, ആ ഒരു പ്ലേറ്റ് നേരെ അങ്ങോട്ട് മാറ്റി. SIനെ തല്ലിയതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ കേസെന്ന്. ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. രേവതിയും കൂട്ടി അവർ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് വർഷ വിളിക്കുന്നത്. വർഷ വിളിച്ച് കഴിയുമ്പോഴത്തേനാണ് ശ്രീകാന്ത് ആദ്യം കോൾ എടുത്തില്ല. ആകെപ്പാട് ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയമല്ലേ, എങ്ങനെ കോൾ എടുക്കുന്നത്, അതുകൊണ്ട് കോളൊന്നും എടുത്തില്ല. ആ സമയം വർഷ വിളിച്ചിട്ട് പിന്നെ വീണ്ടും വിളിക്കുകയാണ്. അവസാനം ശ്രീകാന്ത് കോൾ എടുത്തു. കോൾ എടുത്തിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്, സച്ചിയുടെ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വർഷ പറഞ്ഞു അതാണ് സാരമില്ല, ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് വർഷം വരുവാണ്. പിന്നീട് വന്നിട്ട് അവരെ നേരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ശ്രീകാന്തിനും രവതിക്കൊന്നും കാര്യം മനസ്സിലായില്ല, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്താണെന്നും. അവസാനമാണ് വർഷ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ വീടാണ്. ഇവരുടെ മകൾ എൻ്റെ കൂടെ ബാംഗ്ലൂർ ഒരുമിച്ച് ഞങ്ങൾ പഠിച്ചതാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഫാമിലിയാണ്. ധൈര്യമായിട്ടിരിക്കുക, ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയാം. അങ്ങനെ രേവതിനെയും കൂട്ടി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പോലീസ് കമ്മീഷണർ ഇല്ലായിരുന്നു, അതിന് ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം രേവതി കരഞ്ഞ് കാല് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഏതായത് സത്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം തെളിവ് വേണമല്ലോ. ഇതിനു മുമ്പ് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പായിരുന്നു, ആരോ സച്ചിനെ കുടുക്കിയതാണെന്നറിയാം. പക്ഷെ സച്ചിനെ കുടുക്കിയതാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹേഷിനോട് ചോദിച്ചായിരുന്നു എവിടുന്നാണ് ഇത് ആ ബോക്സ് കയറ്റി വെച്ചെന്നൊക്കെ. അപ്പം മഹേഷ് കടയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അവിടെ പോയിട്ട് ശ്രീകാന്തും രേവതിയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരും കണ്ടില്ല. പെട്ടെന്നാണ് അപ്പുറത്തെ ഒരു CCTV ദൃശ്യങ്ങൾ CCTV ഇരിക്കുന്നുണ്ട് ഒരു കടയുടെ മുന്നിൽ, സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ. അങ്ങോട്ട് അവർ ചെന്നിട്ട് അയാളോട് പറയുന്നുണ്ട് അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കാണിക്കാവുന്നൊക്കെ. ആദ്യം അയാളും മടിച്ചു. അവസാനം രേവതി അയാളുടെ കയ്യെ കാലെ വീഴുവാണ്. എൻ്റെ ഭർത്താവാണ്, കല്യാണം കഴിഞ്ഞ് 2-3 മാസം ആയുള്ളൂ, ഞങ്ങൾ എങ്ങനെയും രക്ഷിക്കണമെന്നൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞപ്പം CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിനകത്തുനിന്ന് രേവതിക്ക് മനസ്സിലായി ഗജാനന്ദന്റെ ഗുണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ കാറ് കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ച ഇവനാണല്ലോ എന്ന്. പെട്ടെന്ന് ശ്രീകാന്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിനെ ഒന്ന് മനസ്സിലായി. അപ്പൊ ഗജാനന്ദൻ മനഃപൂർവ്വം കളിച്ചിരിക്കുന്ന കളിയാണ്, സച്ചിനെ മനഃപൂർവ്വം കൊടുക്കാനായിട്ടാന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് അവർക്ക്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം അവനാണ് മനഃപൂർവ്വം ചെയ്തിരിക്കുന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം. പിന്നീടാണ് അവരെ വർഷെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നതൊക്കെ. അങ്ങനെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ പുള്ളിക്കാരത്ത് തന്നെ നേരെ എന്ത് ചെയ്യണം, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്, റിലീസ് ചെയ്യാൻ പറയുവാണ്. അങ്ങനെ സച്ചിനെ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുക. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, റിലീസ് ചെയ്താൽ കാറ് വിട്ടുകൊടുക്കില്ല എന്ന് പറയണം. കാറ് കൊടുക്കണമെങ്കിൽ കോടതിയിൽ പോയി കേസ് കളിച്ച് കാറ് വാങ്ങിച്ചോളാനാണ് പറയണേ. ആകപ്പാട് പെട്ടുപോയി. സച്ചിക്ക് വല്ലാത്തൊരവസ്ഥയാ. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാറില്ലാതെ പോയിട്ട് കാര്യമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ കാറുള്ളതുകൊണ്ട് മാത്രമാണ്, അതിലെ വരുമാനം കൊണ്ടാണ്. കാർ ഇവിടെ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ കേസും കോടതിയൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് ഇങ്ങനെ അങ്ങ് നീണ്ടുപോകും. ചിലപ്പോൾ 1 വർഷം എടുക്കും, ഒന്നും പറയാൻ പറ്റില്ല. അത്രയും നാളെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. സച്ചിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയെപ്പോയി. സച്ചി അവരുടെ കാലൊക്കെയാണ് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർ സമ്മതിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് പുറത്തിറങ്ങി വരുന്ന സമയത്താണ് ആ വനിതാ പോലീസുകാരി അങ്ങോട്ട് വരുന്നേ. അപ്പൊ അവരോട് രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല, ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇവർക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണ്, ചിലപ്പോൾ എങ്ങനെ ഈ കാറിപ്പോൾ കൊണ്ടാലേ കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുന്നു. 1 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ട വരും. അതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു പാർട്ടി ഒന്ന് കൊടുക്കുന്ന കണ്ടതാണ്. ഉറപ്പില്ല, ഒന്ന് നോക്കാൻ പറയാണ്. പക്ഷെ എവിടെ നിന്ന് ഇത്രയും പൈസയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നേ? പൈസ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ സച്ചിക്കാണോ വല്ലാത്ത ദേഷ്യം വരുന്നു, പൈസ കൊടുത്തിട്ട് തന്റെ കാറ് കൊണ്ടുപോകണ്ടെന്നൊക്കെ. ശ്രീകാന്ത് പറഞ്ഞു ഈ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാറ് കൊണ്ടുപോകണമെങ്കിൽ അല്ലെ ഇതിന്റെ പുറകെ കേസും ബുക്കാരുമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ പൈസ ചിലവാകും. അപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ രേവതി ഒരു തീരുമാനം എടുക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം സച്ചി രക്ഷിക്കാൻ മാത്രമല്ല, കാറും കൂടെ. സച്ചി ഈ സമയത്ത് രേവതിയുടെ സ്നേഹം അറിഞ്ഞായിരുന്നു. തന്റെ ഭർത്താവാന്ന് പറഞ്ഞ് അവള് കെഞ്ചി കേഴുന്ന കണ്ട് സച്ചിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സച്ചിക്ക് മനസ്സിലായി രേവതി തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം ആഴത്തിലുള്ള സ്നേഹമാ അത് സച്ചി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അവസാനം സച്ചിക്ക് കാറൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട്, എങ്ങനെയാന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.